ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു മഹത്തായ ദിനം ഈസ്റ്റർ ആണ്. ഈ ദിവസം ഒരു പെരുന്നാൾ മാത്രമല്ല, ഇത് ജീവിതത്തിൻ്റെ വിജയവും മരണത്തിൻ്റെ തോൽവിയും പ്രത്യാശയുടെ ഉദയവും ആണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുന്ന ദിനമാണ്. വചനം ഇങ്ങനെയാണ്: ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കാൺമിൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവിൻ. സഹോദരങ്ങളെ, ഈ ഒരു വാക്ക് ലോക ചരിത്രം മാറ്റി. കാരണം യേശു മരിച്ചില്ല, അവൻ ജീവിക്കുന്നു. ശിഷ്യന്മാർ വിചാരിച്ചു എല്ലാം തീർന്നുപോയി. വചനം പറയുന്നു, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ലോകം ഇരുണ്ടുപോയി. എന്നാൽ ആ മരണം വെറും വേദനയല്ല, അത് നമ്മുടെ പാപത്തിനുള്ള വിലയായിരുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ച് 3-ാം ദിവസം സ്ത്രീകൾ കല്ലറയുടെ അടുക്കൽ ചെന്നപ്പോൾ കല്ല് നീക്കപ്പെട്ടിരിക്കുന്നു, കല്ലറ ശൂന്യമായിരിക്കുന്നു. അപ്പോൾ ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഇത് വെറും കഥയല്ല, ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈ ദിവസത്തിൻ്റെ ശക്തി എന്താണ്? പാപത്തിൻ്റെ ശക്തി തകർന്നുപോയി, മരണത്തിൻ്റെ അധികാരം അവസാനിച്ചു, പുതിയ ജീവിതം ആരംഭിച്ചു. ഞാൻ ഉയർത്തെഴുന്നേൽപ്പും ജീവനും ആകുന്നു എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദിവസം നമ്മോട് എന്താണ് ദൈവം പറയാനായി ആഗ്രഹിക്കുന്നത്? മരണം ഒരു അവസാനമല്ല. ദൈവത്തിൻ്റെ പദ്ധതി പരാജയപ്പെടില്ല. പ്രത്യാശ ഒരിക്കലും മരിക്കില്ല. ഒരിക്കലും ദൈവം നിന്നെ വിട്ടുകളയുന്നില്ല. നിനക്കൊരു പുതിയ തുടക്കം ലഭിക്കും. നിന്റെ കഥ അവസാനിച്ചിട്ടില്ല. എല്ലാത്തിനും ഒരു തുടക്കമാണ് ഇന്ന്. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതം ദുഃഖത്തിലാണോ? പരാജയത്തിലാണോ? പ്രത്യാശയില്ലാതെയാണോ? മനസ്സിലാക്കുക, കല്ലറയ്ക്ക് പോലും ദൈവത്തെ തടയാൻ കഴിയില്ല. അതിനാൽ നിന്റെ പ്രശ്നം എത്ര വലിയതാണെങ്കിലും ദൈവത്തിനത് ചെറിയ കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈസ്റ്റർ ഒരു ദിവസം മാത്രമല്ല, ഒരു അനുഭവം കൂടിയാണ്, പുതിയ ജീവിതം കൂടിയാണ്. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്തോഷത്തെ ദൈവജനത്തെ അറിയിക്കുന്നു. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശുവേ, എൻ്റെ ജീവിതത്തിലെ മരിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നീ ജീവിപ്പിക്കണമേ, ജീവനുള്ളതാക്കണമേ. എനിക്ക് പുതിയ പ്രത്യാശ തരണമേ. എൻ്റെ ജീവിതത്തിലും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നീ അവിടുന്ന് നൽകണമേ. വീഡിയോ കാണുന്ന കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകട്ടെ. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.